നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പൊളിച്ചടുക്കിയൊരു പോരാട്ടം. ബ്രസീലിയൻ താരങ്ങൾ നിറഞ്ഞാടി. ചെൽസി ആധിപത്യത്തോടുകൂടി വിജയിച്ച് കയറി. എസ്റ്റവായോ വില്യൻ കോൾ പാൽബർക്ക് വാമപ്പിൻ്റെ സമയത്ത് പരിക്ക് പറ്റി അദ്ദേഹം പിൻവാങ്ങിയത് കൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന് ഡെബ്യൂ സ്റ്റാർട്ടാണ്. അതിൽ തന്നെ മികച്ച പ്രകടനം നടത്തി. കിടിലൻ ഒരു അസിസ്റ്റ് കൊടുത്തു. പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു സ്പാർക്ലിംഗ് റണ്ണ്, ആ റണ്ണിൽ നിന്ന് അദ്ദേഹം കൊടുത്ത ക്രോസ് എൻസോ ഫെർണാണ്ടസിന് ഈസിലി ടാപ്പിൻ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീലിയൻ അർജൻറ്റീൻ കണക്ഷൻ നമ്മളവിടെ കണ്ടു. ജാവോ പെഡ്രോ ഗോളടിച്ചു, ഇരട്ട അസിസ്റ്റുകളും കൊടുത്തു. മറുഭാഗത്ത് ലൂക്കാസ് പക്കേറ്റയുടെ കിഡിലൻ ഒരു ഗോളുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഒരു ബ്രസീലിയൻ മയം. മാത്രമല്ല, ചെൽസി വലിയ ആധിപത്യം പുലർത്തി. അവരടിച്ച 5 ഗോളുകളിൽ 3 കോർണർ വഴിയാണ് വന്നത് എന്നതുകൂടി നോക്കുക. ഏതായാലും ലോക ചാമ്പ്യന്മാരായ ചെൽസി തകർപ്പൻ വിജയം ഇതാ സ്വന്തമാക്കിയിരിക്കുന്നു. വെസ്റ്റ് ഹാമിനെ 3-നെതിരെ 5 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ജാവോ പെഡ്രോ, പെഡ്രോ നെറ്റോ, എൻസോ ഫെർണാണ്ടസ്, കൈസേഡോ, ചലോഭ എന്നിവരാണ് അവർക്കായിട്ട് ഗോൾ കണ്ടെത്തിയതെങ്കിൽ വെസ്റ്റ് ഹാമിൻ്റെ ഏക ഗോള് ലൂക്കാസ് പക്വേറ്റയാണ് നേടിയത്. ഈ ഒരു മത്സരത്തിൽ ഡെലാപ്പ്, പെഡ്രോ നെറ്റോ, ജാവോ പെഡ്രോ, എസ്റ്റവായോ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ആദ്യ 11-ൽ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് ഫുൾക്രെഗും ലൂക്കാസ് പക്കേറ്റയും ബോവനുമൊക്കെ ചേർന്നുകൊണ്ടാണ് വെസ്റ്റ് ഹാമിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളി തുടങ്ങിയ 6-ാമത്തെ മിനിറ്റിൽ തന്നെ ലൂക്കാസ് പക്കേറ്റയുടെ ഗോൾ, അതൊരു കിടിലൻ ഗോളായിരുന്നു. കിടിലൻ ഒരു സ്ട്രൈക്കിലൂടെ അദ്ദേഹം പന്ത് ചെൽസിയുടെ വലയിലേക്ക് എത്തിച്ചു. അങ്ങനെ അവർ ഞെട്ടിച്ച് കളഞ്ഞു തുടക്കത്തിൽ എന്ന് പറയണം. പക്ഷേ ചെൽസി അതിവേഗം അതിൽ നിന്ന് മുക്തരായിക്കൊണ്ട് തിരിച്ചടിക്കുന്ന കാഴ്ച. കോർണർ വരുന്നു, കുക്കറയ്യ ഹെഡ് കൊണ്ട് ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് മനോഹരമായിട്ട് വലയിലേക്ക് ഹെഡ് ചെയ്തിട്ടു ജാവോ പെഡ്രോ. മത്സരം 15-ാമത്തെ മിനിറ്റിൽ 1-1. പിന്നാലെ ഗോൾ അടിച്ചിരുന്നു വെസ്റ്റ് ഹാം, എന്നാൽ അത് ഓഫ് സൈഡായിട്ട് റൂൾഡ് ഔട്ട് ചെയ്തു. 23-ാമത്തെ മിനിറ്റിൽ ജാവോ പെഡ്രോയുടെ അസിസ്റ്റിൽ നിന്ന് പെഡ്രോ നെറ്റോ കൂടി ഗോൾ അടിച്ചതോടെ ചെൽസിക്ക് ലീഡായി. 34-ാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായുടെ ഒരു കിഡിലൻ റൺ. അദ്ദേഹം പെനാൽറ്റി ബോക്സിലേക്ക് ഓടിക്കയറുന്നു. എന്നിട്ട് ടൈറ്റ് ആംഗിളിൽ നിന്ന് ആ ഒരു ക്രോസ് കൊടുത്തിട്ട് അദ്ദേഹം അങ്ങ് മറിഞ്ഞു വീഴുകയാണ്. അത് കൃത്യമായിട്ടൊരു ടാപ്പിൻ ചെയ്ത് ഗോളാക്കി മാറ്റി എൻസോ ഫെർണാണ്ടസ്. ഇടവേള സമയത്ത് 3-1 ചെൽസി മുന്നിലായിരുന്നു. കളി 2-ാം പകുതിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഗോൾ വരുന്നു. കൈസേഡയുടെ ഗോൾ. ഇത്തവണയും കോർണറിൽ നിന്നാണ്. എൻസോ ഫെർണാണ്ടസിൻ്റെ കോർണറാണ് വന്നത്. പക്ഷേ ഗോൾ കീപ്പർക്ക് അത് വേണ്ട വിധത്തിൽ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. ബോൾ നേരെ കൈസേഡയ്ക്ക് ലഭിക്കുന്നു. അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു. 54-ാമത്തെ മിനിറ്റിൽ കളി 4-1. തൊട്ടു പിന്നാലെ 58-ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോളും ജാവോ പെഡ്രോയുടെ അസിസ്റ്റിൽ നിന്ന് ചെലോബയുടെ ഗോൾ പിറക്കുന്നു. അങ്ങനെ കോർണർ കിക്കിൽ നിന്ന് 3 ഗോളുകൾ അവർ അടിച്ചുകൂട്ടി. ഒടുവിൽ 5-1 തകർപ്പൻ ജയം ഇതാ ചെൽസി സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.